നമ്മളെ കൊണ്ടുപോയതാ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം. പക്ഷേ അതത്ര സന്തോഷമുള്ളൊരു കാര്യമല്ല, വെരി ഡേഞ്ചറാണ്. പക്ഷെ നമ്മളിത് തോറ്റു കൊടുക്കൂല. वाईफाई नहीं आएगा अभी? वाईफाई नहीं है। हेलीकॉप्टर का नंबर नहीं है आपके पास? मेरे पास तो नहीं है। 88 वाईफाई सिग्नल तो नहीं है, हेलीकॉप्टर कॉन्टैक्ट। 87. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഴയ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നമ്മൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോവാണ്. കാരണം ബ്രീത്ത് ചെയ്യാൻ പറ്റണില്ല. ഫീസെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന തുക്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്, 4600 മീറ്റർ ഹൈറ്റിൽ. അപ്പോൾ ഇന്നലേക്ക് രാത്രി ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും റെഡിയായിട്ട് ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ 6 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലിബൂച്ച്, പിന്നെ ഗോരക്ഷേപ്പ്, പിന്നെ EBC. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി 9 കിലോമീറ്ററും കൂടി ഉള്ളൂ. പക്ഷേ രാവിലെ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറിയുള്ളൂ. അതിനുശേഷം ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നത് ഓക്സിജൻ ഇല്ലല്ലോ. അപ്പോൾ ആകെ സീനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി മുകളിലോട്ട് പോകുന്തോറും ഓക്സിജൻ ലെവൽ കുറയും, ബ്രീത്തിങ് ഇഷ്യൂ വരും. അപ്പോൾ ചിലപ്പോൾ പെട്ടിയാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്തത് മരുന്നാണോ? പിന്നെ അഥവാ ഹെലികോപ്റ്റർ കിട്ടില്ല, ഞാൻ കിട്ടി വരില്ല കേട്ടോ, ഞാൻ വെച്ചു. അപ്പൊ പിന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫോണോ ഹെലികോപ്റ്റർ കൈകാണിച്ച് വിളിച്ചാൽ നമ്മുടെ എബിൻ ചേട്ടനാകെ സീനായിട്ടിരിക്കുക. ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഇത്തിരിയും കൂടി ബെറ്ററാണ്. എനിക്ക് 85 അത്ര എണ്ണം വന്നു. പുള്ളിയുടെ 68 വരുന്നുള്ളൂ, ഭയങ്കര കുറവത്. അപ്പോൾ എമർജൻസി ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന് താഴത്തോട്ട് ഇറങ്ങണം. ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടിയിലാക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ കിടപ്പാണ്. അതിനിടയ്ക്ക് വേറൊരു പണി വന്ന് ഭയങ്കര മഞ്ഞ് വീഴ്ച. അത് അപ്രതീക്ഷിതമായിട്ട് മഞ്ഞ് വീണു. ഏപ്രിൽ സാറിന് മഞ്ഞ് വീഴാറില്ല. മഞ്ഞ് വീഴുമ്പോൾ കുഴപ്പമില്ല, അതിന് ശേഷം മഞ്ഞ് വീഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് താഴും. അപ്പോൾ -7 വന്നു, -12 വന്നു. തണുപ്പ് പിന്നെയും പിടുങ്ക് പിടിച്ചേക്കുക. പക്ഷേ ഓക്സിജൻ ഇല്ലാത്തത് നമുക്ക് ഒട്ടും പറ്റില്ല. നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഒന്നുമില്ല. ഒരു സിലിണ്ടർ കിട്ടിയെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ ഈ സാധനം നമ്മൾ എയർപോർട്ടിൽ കയറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ നാംചവസ്ഥാറിലൊന്നും മേടിക്കാൻ പറ്റും, ഭയങ്കര വില, 4000-5000 കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. പുള്ളിക്ക് നടക്കാനും പറ്റില്ല, വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ ഇനി ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ ലോക്കലിലോട്ട് എത്രയും പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡിലോട്ട് താഴത്തോട്ട് ഇറങ്ങണം. ഇപ്പോൾ 4600 നിൽക്കണം. ഒരു താഴത്തോട്ട് 2000 പോകാനാണ് പ്ലാൻ. അപ്പോൾ ഹെലികോപ്റ്റർ വിളിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് വന്ന് പെട്ടേക്കണ, തുക്ല. ആ ദിമ്പൂച്ചയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്. ഇവിടെ ചോപ്പർ വരും, പക്ഷേ വിളിക്കാനായിട്ട് റേഞ്ചില്ല, ഇൻ്റർനെറ്റ് ഇല്ല, പെട്ടിരിക്കുകയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് താഴത്തോട്ട് പോയില്ലെങ്കിൽ പെട്ടിയാവുന്നു. ഇത് കണ്ട 2 ലെയർ പുതപ്പ് ഇട്ടാണ്. ഒരു ലെയർ നമ്മൾ ചോദിച്ച് മേടിച്ച്, 2 നിലവണ്ണാക്കി മേടിച്ച്. ഇത് കണ്ട, ഇത് മൗണ്ടൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, ഒരു ക്ലിനിക്കിൽ നമ്മൾ പോയില്ലേ തൊട്ടപ്പുറത്ത്, ദിമ്പൂച്ചയുടെ നമ്മൾ താമസിച്ച തൊട്ടപ്പുറത്തൊരു ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മരുന്നൊക്കെ എത്തിച്ചു, വേറെ ആൾ വഴി മരുന്ന്. ഇതിപ്പോൾ ഇതണ്ട, ഇത് നമ്മുടെ ബാബുക്കൊക്കെ ഉള്ളായിരുന്നു സ്നോ ബ്ലൈനസ്. എന്താ ബാബുക്ക് സ്നോ ബ്ലൈനസ് അടിച്ചിട്ട് കണ്ണൊക്കെ സീനായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട്, തലവേദന, പിന്നെ പനി. അങ്ങനെ ബാബുക്കൊക്കെ മണി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് മണി കിട്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ഓൾട്ടിറ്റ്യൂഡ് താഴത്തോട്ട് പോകാമെന്നാണ് ഇനി ഓപ്ഷനുള്ളൂ. ഇനി ഹൈറ്റിലോട്ട് കയറിയാൽ പണി വേണം. തെന്നും ഇതെന്താ ഈ കുതിര വന്ന് വഴി മുടക്കി നിൽക്കണത്? ഞങ്ങളെങ്ങനെ പോവും? മാറോ കുതിര, പോട്ടെ അങ്ങോട്ട്.
ക്യാമറ ഒന്നും പിടിച്ച് സംസാരിക്കാനുള്ള സെറ്റപ്പില്ല. എന്നാലും ബാബുക്ക ദിംബൂച്ചയിലോട്ട് പോയി. അവിടെ ഹെലികോപ്റ്റർ നടന്നു പോയി ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ വരും. അപ്പോൾ ഇത് ഹെലിപ്പാഡാണ്. നമ്മൾ താമസിച്ചത് അവിടെയാണ്. ഹെലിപ്പാഡിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. ബാഗ് പാക്ക് ചെയ്ത് എനിക്കിപ്പോഴും ബ്രീത്ത് ചെയ്യാൻ പറ്റണല്ല. എനിക്ക് അതൊക്കെ വേണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ വെരി ഡേഞ്ചറാണ്. പക്ഷെ നമ്മളിത് തോറ്റു കൊടുക്കില്ല. ഉറപ്പായിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഫിറ്റായിട്ട് സാധനം നമ്മൾ അതിന് മുകളിൽ പോയി കൊടി പറിച്ചിരിക്കും. ഇത്തവണ എന്തായാലും പോകട്ടെ. ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനുണ്ട്. ഹെലികോപ്റ്റർ അവിടെ നിന്നാണ് വന്നെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കയറി വന്നത് ആ ഭാഗത്തുനിന്നാണ്. ആ മലയൊക്കെ കിടന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത്. പോയി തലേന്ന് പോയി. ഭയങ്കര തണുത്ത കാറ്റടിക്കണം. എന്നാലും ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വരട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം. പക്ഷേ അതത്ര സന്തോഷമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ അമ്മോ ഇത്രയും സംസാരിച്ചെന്നെ സീന. മോനെ ഒരു മഞ്ഞ ഹെലികോപ്റ്റർ അങ്ങ് വരുന്നുണ്ടല്ലോ, അതാണോ? അതല്ല, കൈ വീശി കാണിക്കിനി. അതങ്ങാൻ സ്ഥലം മാറിപ്പോയാ? അല്ല പോയി. അതല്ല, നമ്മൾ ലുബൂച്ചെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ ആ പുറകെ കാണുന്ന മല ഉണ്ടോ, ആ മലയിൽ കൂടി കയറിയാണ് പോകേണ്ടിയിരുന്നത്. അതിൽ കൂടി ശരിക്കും ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷെ കാണുപോലുമില്ല ഈ വഴി കൂടി. ഈ മല ക്രോസ് ചെയ്തിട്ട് വേണം ലുബൂച്ചെ പോകാനായിട്ട്. എന്തായാലും ചോപ്പർ വരട്ടെ. ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാനല്ലെങ്കിലും വിചാരിച്ചിരുന്നതാണ് ഹെലികോപ്റ്ററിൽ ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളൊരു ഇത്. ഇവിടെ വന്നിട്ട് ഞാൻ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്, എവിടെയെങ്കിലും ചെറിയൊരു ദൂരം വരെ പോകാം എന്നൊക്കെ. അതെന്തായാലും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്തായാലും ഈ വാക്കേഷനായിട്ട് ലൂക്കിലായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പോയി. എന്നാലും നമ്മൾ ഡ്രീം കംസ് ടു റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ആ ഡ്രീം അങ്ങ് അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, സമയമുണ്ടല്ലോ. ഇവിടുത്തെ ഹെലിപ്പാഡ് എന്നൊക്കെ പറയാനായിട്ട് ഇതേ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ടോപ്പ് മലയുടെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കാണുന്ന പോലെ എച്ച് വരച്ചുള്ള പരിപാടിയൊന്നുമില്ല. കണ്ടോ, ഇവിടെ വന്ന് നൈസായിട്ട് ഇറങ്ങും. പിന്നെയും പറ്റിച്ച്, അതും നമ്മുടെ വണ്ടിയല്ല. അയ്യോ, ഇവിടെ നിന്നിട്ട് കാറ്റ് ഭയങ്കര ശീതക്കാറ്റടിച്ചിട്ടേ പണി പാളിയില്ല. ഇവിടെ കണ്ട ഒരു മരം പോലും ഇല്ലാത്ത, ഇവിടെ കണ്ട ഒരു തുള്ളി മരം പോലും ഇല്ല. ഒരു തുള്ളിന്ന് ഒരു മരം പോലും ഇല്ലാത്ത സ്ഥലമാണത് കണ്ട. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നിങ്ങനെ ഈ വലിയായിരുന്നു. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ മോനെ, ഇത് നമ്മുടെ വണ്ടിയാന്ന് തോന്നുന്നു, മഞ്ഞ കളർ. ആ ഇതിങ്ങോടാ രക്ഷട്ടെ, നമ്മളെ കൊണ്ടുപോയതാ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു.
അങ്ങനെ നമ്മുടെ സാഹസികമായ ഈ ഒരു യാത്ര ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലേക്കായിരുന്നു. അവിടെ എത്തുന്നതിന് 9 കിലോമീറ്റർ മുമ്പാണ് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നത്. ഒരു 1.5 ദിവസം കൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് എത്തുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ശാരീരികമായ വേറെ പ്രശ്നങ്ങളോ മറ്റൊന്നും ഇല്ലെങ്കിലും ഓക്സിജൻ്റെ കുറവ് കാരണം ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ട് നമുക്ക് ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കൂടെയുള്ള എബിൻ ചേട്ടൻ്റെ സ്ഥിതി കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് താഴത്തേക്ക് എത്തിക്കണം. കാഠ്മണ്ഡുവിലാണ് ഹോസ്പിറ്റൽ ഇനി ഉള്ളൂ. അവിടം വരെ എത്തിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുക്ക തിരിച്ച് നടന്ന് ദിംബൂച്ചയിലോട്ട് ചെന്നു. അവിടെ ചെന്നിട്ടാണ് ഈ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തത്. കാരണം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഇൻ്റർനെറ്റോ റേഞ്ചോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഹെലികോപ്റ്റർ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് ദിംബൂച്ച വരെ ബാബുക്ക ചെന്ന് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തു. അപ്പോൾ ബാബുക്ക ദിംബൂച്ചയിൽ നിന്നാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലോട്ട് ഇപ്പോൾ കയറുന്നത്. ഇനി ഞങ്ങൾ 3 പേരും കൂടി ലൂക്കലയിലോട്ട് പോവാണ്. ലൂക്കലയിലോട്ട് ചെന്ന ശേഷം അവിടെ ഒരു ദിവസം താമസിച്ച് അടുത്ത ദിവസം നമ്മൾ കാഠ്മണ്ഡുവിലോട്ട് വന്ന പോലെ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് കാഠ്മണ്ഡു പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. അവിടെ ചെന്ന ശേഷം നമുക്ക് ഹോസ്പിറ്റലും മറ്റും പോകേണ്ട കാര്യമുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചത് എവറസ്റ്റ് എനിക്ക് കാണണം എന്ന് മാത്രമാണ്. ശരിക്കും ബേസ് ക്യാമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എവറസ്റ്റ് കാണാൻ സാധിക്കില്ല. ബേസ് ക്യാമ്പിൽ എത്തിയ ശേഷം തിരിച്ച് നമ്മൾ ഗോരഖ്ഷേപ്പ് വന്ന് ഗോരഖ്ഷേപ്പിൽ നിന്ന് കാലാപത്തറിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് എവറസ്റ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ കിട്ടുന്നത്. നമ്മൾ അവസാനം എത്തിയിട്ടുള്ള തുക്ലയെന്നൊരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ലൊബൂച്ച എത്തും. ലൊബൂച്ചയിൽ നിന്ന് നേരെ ഗോരഖ്ഷേപ്പ്, അതിനുശേഷം എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്കാണ് തിരിച്ചു പോണത്. നമ്മൾ ഉടനെ തന്നെ ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യും. അതായത് ബേസ് ക്യാമ്പിലെത്തി നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് പാറിച്ചിരിക്കും. എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് ആരോഗ്യം നോക്കേണ്ടതുകൊണ്ട് നമുക്ക് താഴത്തോട്ട് തിരിച്ചിറങ്ങാം. എന്നിട്ട് രണ്ടാമതൊരു വരവ് കൂടി നമ്മൾ വരും. അടുത്ത 2021 സെപ്റ്റംബറിൽ നമ്മൾ രണ്ടാമത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് ഒന്നിച്ച് രണ്ടാമതൊരു യാത്ര കൂടി നടത്താം. ലൂക്ല എയർപോർട്ടിൻ്റെ ശരിക്കും പേര് ടെൻസിങ് ഹിലാരി എയർപോർട്ട് എന്നാണ്. നമ്മുടെ എവറസ്റ്റിൽ ആദ്യമായിട്ട് കാലുകുത്തിയ എഡ്മണ്ട് ഹിലാരിയുടെയും ടെൻസിങ് നോർഗയുടെയും പേരിലാണ് ഈ എയർപോർട്ട് ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കുറേ വിമാനങ്ങൾ ക്രാഷായിട്ട് ആളുകളൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ചെറിയൊരു എയർപോർട്ടാണ്, മലയൊക്കെ ചെത്തിയെടുത്തിട്ടുള്ളൊരു എയർപോർട്ടാണ്. ലൂക്കലയിൽ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി ഇവിടെ റൂം എടുത്തു. നമ്മൾ ശരിക്കും ഇവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ ചായ കുടിക്കാൻ കയറില്ല, ആ സെയിം ലോഡ്ജിലാണ്. അത് എബിൻചേട്ടൻ നല്ല കിടിലം പനിയൊക്കെ ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട്. വാവൊക്കെ ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ സീനാണല്ലോ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു ആശ്വാസം കേട്ടാ. എനിക്ക് ആ ഒരു ബ്രീത്തിൻ്റെ സംഭവം മാറി. ലൂക്കലയിൽ നമ്മൾ ഒരു ദിവസം താമസിച്ച ശേഷം നമ്മൾ വന്ന പോലെ തന്നെ ലൂക്കലയിൽ നിന്ന് കാഠ്മണ്ഡുവിലുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. തലേ ദിവസം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12,000 രൂപയോളം റേറ്റ് വന്നു. അങ്ങനെ നമ്മളത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഈ പ്രാവശ്യം ബുക്ക് ചെയ്ത് സബ്മിറ്റ് എയർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തേക്കണം. ഒരുപാട് എയർലൈൻസ് വേറെ ഉണ്ട് കേട്ടോ. സബ്മിറ്റ് എയറിൻ്റെ നമ്മൾ ടിക്കറ്റ് മിക്മയാണ് നമുക്കിത് ബുക്ക് ചെയ്ത് തന്നത് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നേപ്പാളി മണി ഇല്ലാത്തൊരു പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്മ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നു. മിക്മക്ക് പിന്നീട് നമ്മൾ പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പോകുന്നത്.
എയർപോർട്ടിൽ വന്ന സമയത്ത് നമ്മുടെ ബാഗ് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ്, അതായത് മാനുവലായിട്ട്. നമ്മൾ സാധാരണ എയർപോർട്ടിൽ പോകുമ്പോൾ സ്കാൻ ചെയ്യണ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. തിരിച്ചു പോണ സമയത്ത് അവിടെ ഒരു ഓഫീസർ നിന്നിട്ട് കംപ്ലീറ്റ് ബാഗൊക്കെ തുറന്ന് പരിശോധിച്ചു. നമ്മുടെ ഹാൻഡ് ബാഗേജും വലിയ ബാഗും എല്ലാം പരിശോധിച്ചിട്ടാണ്. മാനുവലായിട്ടാണ് ചെക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ പാക്ക് ചെയ്ത് നന്നായിട്ട് വെച്ചാലും അത് കംപ്ലീറ്റ് അവിടെ വെച്ച് തുറന്ന് കാണിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയ വിമാനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ചില സമയത്തൊരു പേടിയൊക്കെ തോന്നും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ജെർക്കിങ് ഒക്കെ വരാറുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. താഴത്തെ മലനിരകളിലെ കാഴ്ചയെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. റൈറ്റ് സൈഡിൽ ദൂരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഹിമാലയമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാം. രാവിലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നത് 6 മണിക്കാണ് കേട്ടോ. പക്ഷേ 6 മണി കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു 6:20 ആയപ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. ലൂക്കിലേന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ മലനിരകളുടെ മുകളിൽ കൂടിയൊക്കെ പറന്ന് കാഴ്ചയെ കണ്ട് നേപ്പാളിൻ്റെ തലസ്ഥാനമുള്ള കാഠ്മണ്ഡുവിൽ വന്ന് ഇറങ്ങാണ്. ഈ എയർപോർട്ടിൻ്റെ പേര് ത്രിഭുവൻ എയർപോർട്ട് എന്നാണ്. ത്രിഭുവൻ എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഇതിനകത്ത് തന്നെയാണ് ഈ ലൂക്കിലൊക്കെ ഉള്ള ഫ്ലൈറ്റും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഒക്കെ വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ടാക്സി അന്വേഷിച്ചു. നമ്മൾ ഹോട്ടലിലോട്ട് കാഠ്മണ്ഡു തമിഴിൽ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സി നമ്മൾ അന്വേഷിച്ചു. അവിടെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ 700 രൂപയാണ്. നമുക്ക് ആകെ പോകാനുള്ള 6 കിലോമീറ്റർ ഉള്ളൂ. 6 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഹോട്ടലുള്ളത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ പേരോട് ചോദിച്ചെങ്കിലും അവരെല്ലാവരും 700-750 ഭയങ്കര റേറ്റാണ് പറയണം. അപ്പോഴാണ് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈസി ടാക്സി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഈ യൂബർ ഓല പോലത്തെ ഒരു സംവിധാനമാണ്. എത്രത്തോളം വർക്കൗട്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് റേറ്റ് നോക്കി. അപ്പോൾ നോക്കിയാൽ 350 രൂപയൊക്കെയാണ് കാണിക്കണം. അപ്പോൾ ഈ റേറ്റ് ഞങ്ങൾ ഇവിടുത്തെ ടാക്സിക്കാരനോട് വെച്ചിട്ട് കുറച്ച് വില പേശിയൊക്കെ നോക്കി. എന്നാലും അവർ കാര്യമായിട്ട് കുറച്ചില്ല. അവസാനം 500 രൂപക്ക് ഞങ്ങൾ ടാക്സി പിടിച്ച് ഹോട്ടലിലോട്ട് വന്നു. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത്. ഇവിടെ വന്നിട്ട് നമ്മൾ ആശുപത്രിയിലൊക്കെ പോയായിരുന്നു. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, പീപ്പിൾസ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശമൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. എവറസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിനകത്ത് ഞാൻ ഹെലികോപ്റ്ററിൻ്റെ റേറ്റും കൂടി പറഞ്ഞേക്കട്ടെ. അതായത് നമ്മൾ ഹെലികോപ്റ്ററിൽ വന്നതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ $1,300. അത് ബാബുക്ക് സംസാരിച്ചത് 1,250 രൂപക്ക് നമുക്ക് കിട്ടി. അല്ല, $1,250. അതായത് ഏകദേശം 93,000 രൂപ. പക്ഷേ ഉണ്ടല്ലോ, ഈ 93,000 എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്ററിൻ്റെ ചാർജാണ്. അപ്പം നമ്മളൊരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ആയിട്ട് പോകും. നമ്മളങ്ങനെയാണ് വന്നത്. അല്ലെങ്കിൽ ഒരാൾ തന്നെ ഇത്രയും രൂപ കൊടുത്താൽ ഭയങ്കര എക്സ്പെൻസ് അല്ലേ. അപ്പോൾ നമ്മളൊരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് ഷെയർ ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും. ശരിക്കും ഞാൻ ആലോചിക്കരുത്, നമ്മൾ 10 ദിവസം കൊണ്ട് അങ്ങോട്ട് പോയത് 15 മിനിറ്റ് കൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഹെലികോപ്റ്റർ ഇത്രയും എമൗണ്ട് വരും. നമ്മൾ കുറച്ച് ഗ്രൂപ്പായിട്ട് പോകുന്നവർ ഷെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറവായിട്ട് കിട്ടും. ഷെയറായി പോയിക്കോളൂ ഈ എക്സ്പെൻസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് 3 പേർക്കൊക്കെ കയറാനേ പറ്റുള്ളൂ. 3 പേര് ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ചില ഹെലികോപ്റ്ററിൽ 5 പേർക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ എമൗണ്ട് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതാണ് ഹെലികോപ്റ്ററിൻ്റെ ചാർജ് വന്നത്. പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് പോകുന്നതിന് ഡിഫറൻസ് ഉണ്ട്, പൈസ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഗോരഖ്ഷേപ്പിൽ നിന്ന് ലൂക്കിലാണെങ്കിൽ വേറെ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നാംചേന്ന് ലൂക്കിലെ അല്ലെങ്കിൽ നാംചേന്ന് ഗോരഖ്ഷേപ്പ്, അത് ഡിസ്റ്റൻസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നണം. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ടോട്ടലായത് $1,300 കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ എന്ന് പറയാനൊന്നുമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നൈസായിട്ട് പെട്ടു എന്ന് പറയാനും പറ്റില്ല. എന്നാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എവറസ്റ്റ് ട്രക്കിങ്, നമ്മളെ EBC ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗണാണ്, ഈ ഒരു സമയത്ത് ലോക്ക്ഡൗണാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വിശദാംശങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.